കേരളത്തിൽ കൊലപാതക പരമ്പരകൾ തുടർക്കഥയാവുകയാണ്. ഇന്നലെ വെഞ്ഞാറമൂട്ടിൽ നടന്ന 5 അരും കൊലകൾ കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ്. കേവലം 23 വയസ്സുള്ള അഫാൻ എന്ന ചെറുപ്പക്കാരനാണ് തന്റെ സഹോദരനെയും കാമുകിയെയും പിതൃമാതാവിനെയും പിതാവിന്റെ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഉൾപ്പെടെ 5 പേരെ കൊല്ലുകയും ഉമ്മയെ ആക്രമിക്കുകയും ചെയ്തത്. അഫാന്റെ മുത്തശ്ശി സൽമ ബീവി, സഹോദരൻ അഫ്സാൻ, പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ സജിത ബീവി, വെഞ്ഞാറമൂട് മുക്കന്നൂർ സ്വദേശി ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ചുറ്റിക കൊണ്ടാണ് ഇയാൾ ആക്രമണം നടത്തിയത് എന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് വിവരം പുറം ലോകം അറിഞ്ഞത്. 3 ഇടങ്ങളിലായാണ് കൊലപാതകങ്ങൾ നടത്തിയത്. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ ഫർസാന പെൺ സുഹൃത്താണ് എന്നിങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്നാണ് പ്രതിയുടെ കുറ്റസമ്മത മൊഴി. പ്രതിയുടെ പിതാവിന് വിദേശത്ത് ബിസിനസ്സിൽ വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായി എന്നും അതിൽ ബന്ധുക്കളൊരു സഹായവും വാഗ്ദാനം ചെയ്തില്ല എന്നും അതാണ് പകയ്ക്ക് പിന്നിലെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതേ സമയം കൊല്ലപ്പെട്ട പെൺകുട്ടി ഫർസാന അഫാന്റെ കാമുകിയായിരുന്നുവെന്നും വിവാഹത്തിനുള്ള വീട്ടുകാരുടെ എതിർപ്പാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് നടന്നെത്തിയ ചെറുപ്പക്കാരൻ താൻ 5-6 പേരെ തട്ടിയിട്ടാണ് വരുന്നതെന്നും മരിച്ചിട്ടുണ്ടാകുമെന്നും ഭാവ വ്യത്യാസമില്ലാതെ പറഞ്ഞപ്പോൾ പോലീസുകാർക്കുണ്ടായ ആദ്യ തോന്നൽ അതായിരുന്നു. പറഞ്ഞത് ഒറ്റയടിക്ക് വിശ്വസിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ അഫാൻ പറഞ്ഞ വീടുകളിലേക്ക് തിരക്കിയെത്തിയ പോലീസിനെ കാണാൻ കഴിഞ്ഞത് നിരന്നു കിടക്കുന്ന മൃതദേഹങ്ങളാണ്. പറഞ്ഞതിന്റെ പൊരുളറിയാൻ പോലീസ് ഇറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അഫാൻ. പേരുമലയിലെ അവസാന കൊലപാതകങ്ങൾക്കു ശേഷം 4 കിലോമീറ്റർ അകലെയുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിൽ വൈകിട്ട് 6ഓടെയാണ് അഫാൻ ഓട്ടോയിലെത്തിയത്. ഓട്ടോ പറഞ്ഞയച്ച് സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ട പോലീസുകാരനോട് വിവരം പറഞ്ഞു. പാങ്ങോടും പുല്ലമ്പാറയിലും പേരുമലയിലുമായി 5-6 പേരെ തട്ടിയിട്ടുണ്ട്, എല്ലാവരും മരിച്ചു കാണും. ഇത് കേട്ടപ്പോൾ മനോദൗർബല്യമുള്ള യുവാവാണെന്നും ലഹരിക്ക് അടിമയാണെന്നുമുള്ള ആലോചനകൾ പോലീസുകാർക്കുണ്ടായി. അഫാനെ അകത്തേക്ക് വിളിച്ചിരുത്തിയ പോലീസുകാർ കാര്യങ്ങൾ ആവർത്തിച്ചു ചോദിച്ചെങ്കിലും മറുപടിയിൽ വ്യക്തതയുണ്ടായില്ല. ഇതോടെ പോലീസ് സംഘം പേരുമലയിലെ വീട്ടിലേക്ക് തിരിക്കുകയും അതേസമയം തന്നിൽ നിന്ന് പോലീസിന്റെ ശ്രദ്ധ മാറിയെന്ന് മനസ്സിലായതോടെ കയ്യിൽ കരുതിയ പൊതിയിൽ നിന്ന് അഫാൻ എലിവിഷം എടുത്ത് കഴിക്കുകയും ചെയ്തു. പിന്നാലെ കുഴഞ്ഞു വീണ പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ചു. പേരുമലയിലെ വീട്ടിലെത്തിയ പോലീസിന് കാണാനായത് അഫാന്റെ അനുജന്റെയും സുഹൃത്തിന്റെയും മൃതദേഹങ്ങളാണ്. പേരുമലയിലെ വീട്ടിൽ ഉമ്മയെയും അനുജനെയും സുഹൃത്തിനെയും തലയ്ക്കടിച്ച ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടതും ആരും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു. രാത്രിയിൽ വീട്ടിലെത്തുന്ന പോലീസോ അയൽക്കാരോ തീപ്പെട്ടി ഉരച്ചാൽ വീടുൾപ്പെടെ കത്തുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. വീടിന്റെ ഗേറ്റ് പുറത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. പോലീസ് എത്തിയപ്പോഴാണ് അയൽക്കാരും വിവരമറിഞ്ഞതെന്നാൽ ആരും അകത്തേക്ക് കയറിയിരുന്നില്ല. പാചകവാതകത്തിന്റെ മണമടിച്ചതോടെ പോലീസ് അഗ്നിരക്ഷാ സേനയെ വിളിച്ചു വരുത്തി അപകടം ഒഴിവാക്കിയ ശേഷമാണ് അകത്ത് കയറിയത്. ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന ഉമ്മ ഷെമിക്ക് നേരിയ ശ്വാസമുണ്ടായിരുന്നുവെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയത് ഇക്കാരണങ്ങളാലാണ്. ഒരു തരത്തിലുള്ള അക്രമവാസനയും പ്രകടിപ്പിക്കാതിരുന്ന വ്യക്തിയാണ് അഫാൻ എന്നാണ് അറിയുന്നത്. പഠനത്തിനു ശേഷം അഫാൻ കുറച്ചുനാൾ ഗൾഫിലെത്തി പിതാവിനോടൊപ്പം കഴിഞ്ഞിരുന്നു. ശാന്തപ്രകൃതനായ യുവാവാണ് എല്ലാവർക്കും അഫാനെ പരിചയം. തന്നെക്കാൾ 10 വയസ്സ് കുറവുള്ള കുഞ്ഞനുജനെ അഫാൻ ഏറെ സ്നേഹിച്ചിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സഹോദരനൊപ്പമുള്ള നിരവധി ചിത്രങ്ങളാണ് അഫാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയ അഫാനെ പുറത്തു കൊണ്ടുപോയി അഫാൻ ഭക്ഷണം വാങ്ങി കൊടുത്തിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ബന്ധുക്കളെ ക്രൂരമായി കൊന്ന ശേഷം പ്രിയപ്പെട്ടവരെ കൊല്ലാൻ ഉറച്ച് വെഞ്ഞാറമൂട് പേരുമലയിൽ തിരിച്ചെത്തിയ അഫാൻ യാതൊരു ഭാവഭേദവും കൂടാതെയാണ് ഓട്ടോയിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോയത്. അഫാന്റെ ഉമ്മ ഷെമിക്ക് ബോധം വന്നു സംസാരിച്ചാൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ഇതിനെപ്പറ്റി പുറത്തു വരൂ. പിതാവ് വിദേശത്ത് നിന്ന് എത്തേണ്ടതായുമുണ്ട്. ഇതിന്റെ ഒക്കെ പിന്നിൽ ആത്യന്തികമായി മാനസിക പ്രശ്നം തന്നെയാണെന്ന് പറയാം. അതിന് കാരണങ്ങൾ പലതാവാം. ചിലരിൽ അത് സിനിമയാണെങ്കിൽ മറ്റു ചിലരിൽ അത് ലഹരി, ചിലർക്ക് തമാശ, ചിലർക്ക് ജിജ്ഞാസ. ഒരു കാര്യം ഉറപ്പാണ്, അടിസ്ഥാന തലത്തിൽ മുതലുള്ള കൗൺസിലിംഗ് ആവശ്യമായി വരും ഇതിനൊക്കെ. കേരളത്തിൽ ഗുരുതരമായി എന്തോ സംഭവിക്കുന്നുണ്ട്. തുടർച്ചയായി കേൾക്കുന്നതെല്ലാം ഭീകരമായ കൊലപാതക വാർത്തകളാണ്. മറ്റു വാർത്തകൾ എന്തും മാധ്യമ നിർമ്മിതി ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഈ സംഭവങ്ങൾ അതല്ല. പൂച്ചയോ കോഴിയോ വീട്ടിൽ കയറി എന്ന് പറഞ്ഞ് മറ്റൊരു ചെറുപ്പക്കാരൻ അയൽ വീട്ടിൽ ചെന്ന് 4 പേരെ തലക്കടിച്ചു കൊല്ലുന്ന വാർത്ത ഏതാനും ദിവസം മുൻപാണ് നമ്മൾ അറിഞ്ഞത്. ഇന്നലെ വാർത്തയിലെ യുവാവിന് 23 വയസ്സെന്നാണ് കേൾക്കുന്നത്. 23 വയസ്സ്. ഇങ്ങനെ എണ്ണമറ്റ വാർത്തകളാണ്. എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയാം. പരസ്പര ബന്ധമില്ല എന്ന് പറയാം. ലഹരിയാണ് പ്രശ്നം എന്ന് പറയാം. പുതിയ തലമുറ വഴിതെറ്റുന്നു എന്ന് പറയാം. ഇതിലെല്ലാം ശരിയും തെറ്റും ഉണ്ടായിരിക്കാം.
എന്താണ് മാറുന്നതെന്നും എന്തുകൊണ്ടാണ് മാറുന്നുവെന്നും എന്താണ് പരിഹാരമെന്നും കൂട്ടായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു ദുരന്തം ഈ തുടർച്ചയായ സംഭവങ്ങളിലുണ്ട്. അതീവ സാമൂഹ്യ ജാഗ്രത വേണ്ട മാരകമായി രോഗാതുരമായ ഒരു സമൂഹമായി കേരളം മാറുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഇതിനു മുന്നിലുണ്ട്.